നമസ്കാരം. ഞാൻ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു അമ്മയെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഹരീഷ് കുട്ടൻ്റെ അമ്മയാണ്, നന്ദൻകോട് ഹരീഷ് ബാബുവിൻ്റെ അമ്മ. ആ അമ്മയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. അമ്മേ നമസ്കാരം. നമസ്കാരം. അമ്മയ്ക്ക് ഹരിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനില്ലേ നമ്മുടെ പ്രേക്ഷകരോട്? അമ്മയിൽ നിന്ന് കേൾക്കുന്നതായിരിക്കും കൂടുതൽ ഇഷ്ടം. അമ്മ പറയുമ്പോഴാണ് അതിൻ്റെ ഒരു ശരിയെന്ന് പറയുന്നത്. അവൻ ഒരു ഡിഫറൻ്റ് ഏബിൾഡ് കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ മൈൽഡ് ഓട്ടിസം ഉള്ള കുട്ടിയാണ്. പിന്നെ അവന് ചെറുതിലെ ഞങ്ങളിങ്ങനെ ട്രെയിൻ ചെയ്തു. അവന് ഒരു സംഗീതത്തിന് ചെറിയ വാസന ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അന്ന് തൊട്ടേ ഞങ്ങളിങ്ങനെ അവന് സംഗീതവും 4ാം ക്ലാസ് തൊട്ട് തന്നെ പഠിപ്പിച്ച് ആണ് അവൻ ഇന്ന് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നത്. അവനോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി കാണും അവൻ്റെ ആ ബുദ്ധിമുട്ടുകൾ കമ്മ്യൂണിക്കേഷനിലുള്ള ഒരിതല്ല. പക്ഷെ പാട്ടിൽ അവന് അങ്ങനത്തെ യാതൊരു ഇതും ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. പിന്നെ അവന് ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും മറ്റു കുട്ടികൾ പോകുന്നത് പോലെ പഠിച്ചവർക്ക് കയറി ചെന്നാൽ അവർക്ക് അവരുടെ വേദികൾ, അവരുടെ ചാൻസസ് ചോദിച്ച് വാങ്ങിക്കാനുള്ള കഴിവുണ്ടാവും. പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അങ്ങനെ പോയി ചോദിച്ച് വാങ്ങാനുള്ള കഴിവൊന്നും അവനില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു കിട്ടിയ ചാൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ അവൻ എപ്പോഴെങ്കിലൊക്കെ? ഏതെങ്കിലുമൊക്കെ വേദികളിൽ ചാൻസ് എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് പാടാൻ പോയാലും അവന് കിട്ടേണ്ട അവസരങ്ങൾ അവർ ചിലപ്പോൾ അവനെ വിളിക്കത്തില്ല. അപ്പോഴും അവന് മിണ്ടാതിരിക്കാനേ പറ്റത്തുള്ളൂ. കിട്ടാതെ വന്നിട്ട് അപ്പം അല്ലെങ്കിൽ പിന്നെ നമ്മൾ പോയി അവിടെ പ്രശ്നം ഉണ്ടാക്കണം. അപ്പം അത് നമുക്ക് പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെ അവന് ചാൻസസ് അവന് പോയി ചോദിച്ച് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി അവനില്ല. പിന്നെ അതുകൊണ്ട് ഈ ആൾക്കാർ അറിഞ്ഞ് അതൊക്കെ നടത്തുന്നവരായാലും പ്രോഗ്രാം ചെയ്യുന്നവരായാലും അവൻ ഇങ്ങോട്ട് വന്ന് കിട്ടിയാലേ അവനെന്നാൽ നന്നായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അവന് വലിയ വേദികളിൽ പാടണം, അവന് നിശാഗന്ധി പോലത്തെ വലിയ സ്റ്റേജിലൊക്കെ അവരുടെ കൂടെയൊക്കെ പാടണം, എല്ലാവരുടെ കൂടെയും നമുക്ക് അവന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് അവന് ഇതുവരെ അവന് അങ്ങനത്തെ ഒരു വലിയ സ്റ്റേജ് കിട്ടിയിട്ടില്ല. സ്റ്റേജിൽ നിറയെ പാടിയിട്ടുണ്ടെങ്കിൽ അവൻ ഈ പ്രതീക്ഷിക്കുന്ന പോലത്തെ സ്റ്റേജൊന്നും കിട്ടിയിട്ടില്ല. ഇതുകൊണ്ടാണ് അവനുള്ള ചാൻസ് പോയി ചോദിച്ച് അവരോടൊപ്പം നിന്ന് ചെയ്യാനുള്ള ഒരു കഴിവ് അവനില്ലാത്തതുകൊണ്ട്. അങ്ങനെ അമ്മ വിചാരിക്കുകയും ചെയ്യില്ല. അവനെപ്പോലെ ഒരു കഴിവും ഒരു മിടുക്കനും ശരിക്കും ഈ അമ്മയും അച്ഛനും എന്ന് പറയുന്നത് ഒരു സാധാരണ നിലയിൽ എല്ലാ അമ്മയും അച്ഛനും എല്ലാ മക്കളും ഉയർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. പക്ഷേ ഇത്രയും ചിട്ടയായി സംഗീതത്തെ കൂട്ടുപിടിച്ച് ആ മകനെ എന്തെങ്കിലും ആക്കണമെന്നും അവനിലുള്ള സംഗീതത്തെ മറ്റുള്ളവരിൽ എത്തിക്കണമെന്നും അത് മറ്റുള്ളവർ സ്വീകരിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു അച്ഛനും അമ്മയാണ്. അച്ഛൻ ഇപ്പോൾ നമ്മളോട് ഇപ്പോൾ സംസാരിച്ചില്ല. ഒരിക്കൽ അച്ഛനെ ഞാൻ ഈ വേദിയിൽ കൊണ്ടുവരും, നിങ്ങൾക്കായി അച്ഛനെ കാണിക്കുകയും ചെയ്യും. പക്ഷേ ഈ അച്ഛനും അമ്മയും ഒരു നിഴലായി ശരിക്കും അത് കാണേണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. ഞാൻ നേരിട്ട് കണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് ഒരിക്കലും നിങ്ങൾക്ക് മുന്നിൽ ഞാനത് പ്രസൻറ്റ് ചെയ്യും. അതുകൊണ്ട് ഈ അച്ഛൻ്റെ അമ്മയുടെയും ഒരു പൊന്നോമന ഒരു മുത്താണ് നമ്മുടെ ഹരീഷ് ബാബു എന്ന് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ നേടിക്കൊടുക്കാൻ നിങ്ങളിൽപ്പെട്ട ഓരോരുത്തർക്കും ചിലപ്പോൾ കഴിഞ്ഞു വരും. അത് കണ്ടില്ല എന്ന് നടിച്ചു പോകാതെ അവനെ സഹായിക്കണം. ഈ അച്ഛനും അമ്മയ്ക്കും അവനൊരു താളാണ്, ശരിക്കും ഒരു തണലാണ്. അതുപോലെ തന്നെയാണ് ആ മകൻ. അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ പ്രോഗ്രാം വിജയിപ്പിക്കുക. ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും അവരോട് പറയാനുണ്ടെങ്കിൽ പറയാം. പ്രേക്ഷകരോട് പറയാനുള്ളത് അവനെ സപ്പോർട്ട് ചെയ്യുക. അവൻ MA മ്യൂസിക് വരെ സംഗീതം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലാതെ തന്നെ അവനിപ്പോഴും സംഗീതം പഠിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവൻ കച്ചേരികളൊക്കെ അവതരിപ്പിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. അവൻ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ അവന് പാടാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും അവനെ പറ്റുന്ന രീതിയിൽ അവനെ ഒന്ന് സഹായിച്ചാൽ അത് അവനല്ലാതെ അവന് ഒരു പ്രൊഫഷണൽ ഒരു ജോലിയോ അങ്ങനെയൊന്നും അവന് പറ്റുന്നില്ല. അങ്ങനത്തെ ചാൻസസ് അവനുള്ളതുപോലെ അവന് കിട്ടുന്നുമില്ല. അപ്പോൾ ഇങ്ങനെയെങ്കിലും ഒരു ഹെൽപ്പ് എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ അവനതൊരു ഞങ്ങൾ ഈ എടുത്ത എഫേർട്ട് വെറുതെ അല്ല എന്ന് ഞങ്ങൾക്ക് ആശ്വസിക്കാം. ഇത്രയോ സപ്പോർട്ട് സൊസൈറ്റിയിൽ നിന്ന് അവന് കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് ഇനിയൊരു പ്രതീക്ഷ, അതേ ഉള്ളൂ. സൊസൈറ്റിയും കൂടെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ഒരുപാട് സ്നേഹമാണ്, ഒരുപാട് നല്ല വാക്ക്. എന്തായാലും നമ്മൾ പ്രേക്ഷകർക്ക് കേൾക്കും. 3 സപ്പോർട്ട് കൊടുക്കും. നന്ദി.